ശ്രീ രാജനാണ് തിരുവല്ലയിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി വില കയറ്റിയാലെന്ത്, വില കുറച്ചാലെന്ത് എന്നുള്ള മട്ടിലാണോ അധികാരികൾ? അതെ, അധികാരികൾ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ഇപ്പൊ നോക്കാവുന്ന കാര്യം പഴയ സിസ്റ്റത്തിലോട്ട് പോവാ, വിറക് കരുക്കുക, തീയരിക്കുക. പക്ഷെ കൃഷി ചെയ്യാനൊക്കത്തില്ല. കാര്യം കൃഷി ചെയ്യണമെങ്കിൽ തൊഴിലാളിക്ക് 1000 രൂപയിൽ കൂടുതൽ കൂലി. അടുത്തുള്ള തമിഴ്നാട്ടിൽ 500-600 രൂപയേ ഉള്ളൂ. അപ്പൊ അത് കേരളത്തിന്റെ ഒരു പ്രത്യേകത. വിറകടുപ്പിലേക്ക് പോകാനൊന്നും പ്രായോഗികമല്ലല്ലോ. അതിപ്പോൾ ചിലപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ചിലർക്ക് കഴിയുമായിരിക്കും, അല്ലാതെ ഈ നഗരത്തിലൊക്കെ താമസിക്കുന്നവർക്ക് വിറകടുപ്പൊക്കെ വെക്കാനേ കഴിയുമോ? അത് സാറേ, അതിപ്പോ ഇതും ഈ ഗ്യാസ് എന്ന് പറയുന്ന സാധനം തീർന്നുകൊണ്ടിരിക്കുമല്ലോ, എപ്പോഴെങ്കിലും ഒരു സമയത്ത് തീരത്തില്ലയോ? അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം, ഇപ്പോഴേ ചിന്തിക്കണം. രണ്ട് ഉപഗ്രഹം വിട്ട് 2 മൂക്കും കുത്തി താഴെ പോയി. അത് വിദേശ ശക്തികൾ എന്തെങ്കിലും ചെയ്തതായിരിക്കും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചു പോയാലേ ഒക്കത്തുള്ളൂ. ഇനിയിപ്പം ഈ ഭരണകർത്താക്കൾ എന്ത് ചെയ്യാനാ? അവിടെ യുദ്ധം നടക്കുന്ന നമുക്ക് ഡീസലും പെട്രോളും ഒന്നും കിട്ടുന്നില്ല. അത് അവരുടെ കുഴപ്പമല്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലേ ഇനി ഒക്കത്തുള്ളൂ. കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരും ഇവരെ സമരം ചെയ്ത് തൊഴിലാളിയെ കൂട്ടിയപ്പോൾ തൊഴിലാളിയെ കിട്ടാനില്ല. അന്യ സംസ്ഥാനങ്ങളിലും തൊഴിലാളി വരാൻ തുടങ്ങി. ഇതൊക്കെ ശ്രീരാജൻ, ഈ തൊഴിലാളികൾക്ക് കൂലി കൂട്ടിയെന്ന് പറഞ്ഞാൽ ആ തൊഴിലാളിക്കും ജീവിക്കണ്ടേ? 500 രൂപ, താങ്കൾ പറയുന്ന പോലെ കേരളത്തിൽ 500 രൂപയായിരുന്നു ഒരു ദിവസം വീട്ടിൽ പറമ്പിൽ പണിയെടുക്കാൻ വരുന്ന ഒരാൾ കൂലിയെങ്കിൽ അയാളുടെ കുടുംബം ആ 500 രൂപയ്ക്ക് പുലരാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പൊ അത് ആലോചിക്കണ്ടേ, അവരുടെ ജീവിക്കണ്ടേ, അവർ പണിയെടുക്കുന്നതല്ലേ. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ 500 ഉള്ളൂ, ഇവിടെ 1000 രൂപ. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ജീവിക്കാൻ അത് മതി, ഈ കേരളത്തിൽ ജീവിക്കാൻ അത് പോരാ. അതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ പിന്നെ 1000 രൂപയാണെങ്കിൽ താങ്കൾക്ക് വീട്ടിൽ പണിയെടുക്കാതെ താങ്കൾക്ക് തന്നെ ആ പണിയങ്ങ് ചെയ്തുകൂടെ സ്വന്തമായി? കാരണം എന്താ? കാരണം ഇതാ, ഇവിടെ വ്യവസായം ഇല്ല. കൃഷിപ്പണി ചെയ്യുവാനാണെങ്കിൽ 1000 രൂപ കൊടുക്കണം. അത് ഈ തൊഴിലാളിക്ക് കൂലി കൂട്ടിയോണ്ട് ഈ 1000 അത് എല്ലാ ശ്രീ രാജന്റെ തൊഴിലാളിക്ക് കൂലി കൂടാ. എന്റെ സംശയം ശ്രീ രാജൻ, തൊഴിലാളിക്ക് കൂലി താങ്കൾ പറയുന്നത് പോലെ കൂലി കൂടിയില്ല. കൂലി കൂടിയില്ലെങ്കിൽ എങ്ങനെയാണ് ആ തൊഴിലാളി ജീവിക്കുന്നത്? ആ തൊഴിലാളിക്കും ജീവിതമില്ലേ? ഇതേ സിസ്റ്റം ഒരു 45-46 ആ കാലഘട്ടങ്ങളിൽ നോക്ക്, തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേ കൂലിയായിരുന്നു. ശ്രീ രാജൻ, ആ കേരളത്തിൽ ഈ 45-46 കാലം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ പാടത്ത് പണിയെടുത്ത് അവൻ്റെ സ്ഥിരമായി പട്ടിണി കിടന്ന്, അല്ലെങ്കിൽ അവന് വേലയ്ക്ക് കൂലിയില്ല, കൂലിക്ക് പകരം പാട്ടമായിരുന്നു കൊടുത്തിരുന്നത്. നിശ്ചിത 5-6 പറ നെയ്ത് കഴിഞ്ഞാൽ അതിൽ 1 പറ എന്ന് പറയുന്ന കൂലിയൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. അങ്ങനെ അതിനുവേണ്ടിയൊക്കെ കേരളം ഒരുപാട് സമരം നടത്തിയാണ് സാധാരണക്കാരായ മനുഷ്യർ മുന്നേക്ക് വന്നത്. അല്ലാതെ കൂലി കൂട്ടിയോണ്ടൊന്നും അല്ല കേരളത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായത്. കൂലി കൂട്ടുക തന്നെ വേണ്ടതാണ്. അത് അവർക്ക് ജീവിക്കണ്ടേ? അതെ സാറേ, എവിടെങ്കിലും പോയോ അവസാനിക്കണ്ട. ഇതിപ്പോ അവസാനിക്കുന്നില്ല. അത് കൂലി കൂട്ടി ഇപ്പം കൃഷി ചെയ്യാനൊക്കുന്നില്ല. കൂലി കൂടിയതുകൊണ്ടൊന്നല്ലേ ശ്രീരാജൻ കൃഷി ചെയ്യാത്തത്? ശ്രീരാജൻ കൂലി കൂടിയതുകൊണ്ടാണ്. എങ്കിൽ സ്വന്തമായിട്ട് ഇറങ്ങി കൃഷി ചെയ്യണം. സ്വന്തമായിട്ട് എന്താ ചെയ്തൂടെ? സ്വന്തമായിട്ട് ചെയ്യുന്ന അപ്പൊ കൂലി കൊടുക്കണ്ടല്ലോ. വീട്ടിലുള്ള എല്ലാവരും വീട്ടിൽ നിന്ന് ഭാര്യ മക്കളെയൊക്കെ വിളിച്ച് നേരെ അങ്ങ് പാടത്തേക്ക് ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ കൂലി കൊടുക്കണ്ടല്ലോ. മറ്റുള്ള സാധനങ്ങൾക്ക് വില കൂടുതലല്ല. കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ് നമ്മള് മാർക്കറ്റിൽ കൊണ്ടുപോയാൽ, അപ്പൊ അത് പറ, മാർക്കറ്റിൽ കൊണ്ടുപോയ വില കൂടുതല. അപ്പൊ കൂലി കുറച്ചുകൊണ്ട് ലാഭമാവില്ലല്ലോ. അപ്പൊ പിന്നെ കൂലി കൂടിയതാണ് താങ്കൾക്ക് പ്രശ്നമാകുന്നത് എങ്ങനെയാണ്? അതല്ല, ഈ സിസ്റ്റം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം മാറും. നമ്മള് പിന്നെ ഗ്യാസ്. ശ്രീരാജൻ, താങ്കൾ ഒരു നിമിഷം, താങ്കൾ പറഞ്ഞത് കൂലി കൂടിയതാണ് പ്രശ്നമെന്ന് പറഞ്ഞു. അതിൽ പറയൂ, കൂലി കൂടിയത് കൊണ്ടല്ല കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ കൃഷി നഷ്ടത്തിലായത്. കൃഷി നഷ്ടത്തിലായത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദന ചെലവിന് ആനുപാതികമായി അതിന് വില കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അത് കൂലി മാത്രമല്ല പ്രശ്നം, മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. കൂലി കൂട്ടാതെ സാധാരണക്കാരായ മനുഷ്യന് പണിയെടുക്കാൻ വരുന്നവനും ജീവിക്കണ്ടേ? അവന്റെ വീട്ടിലെ കരി വാങ്ങണ്ടേ? അവന്റെ മക്കളെ പഠിപ്പിക്കണ്ടേ? നമ്മുടെ കൂടെ പണിയെടുക്കാൻ വരുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ. നമ്മുടെ നാട്ടിലല്ല, നമ്മുടെ നാട്ടിലുള്ളവർ ആരും തൊഴിലെടുക്കുന്നില്ല. അവരെ സംസ്ഥാന തൊഴിലാളികൾ വരുന്നവർ 500 രൂപ കിട്ടില്ലല്ലോ. അവർക്കും കൂലി കൊടുക്കണ്ടേ? അതാ പറഞ്ഞ, അവർക്കും കൂടുതൽ കൊടുക്കണം. അവരുടെ നാട്ടിൽ കിട്ടത്തില്ല, അതിന് ഇങ്ങോട്ട് വരും. അത് തന്നെ, ഈ നാട്ടിൽ കൂലി കുറവായതുകൊണ്ട് ഈ നാട്ടിലെ ആളുകൾ ഗൾഫ് നാടുകളിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ പോയി ജീവിക്കുന്നതിന് അവിടെ കൂലി കൂടുതൽ കിട്ടും. അതുകൊണ്ട് അവിടെ പോയി ജീവിക്കുന്നു. അത് സ്വാഭാവികമല്ലേ? അത് ഈ സിസ്റ്റം, ഏത് സിസ്റ്റം മാറ്റണം താങ്കൾ പറയുന്നത്? സിസ്റ്റം പറയൂ. രാഷ്ട്രീയക്കാരല്ലേ ചെയ്തത്? രാഷ്ട്രീയക്കാരൊന്നുമല്ല, താങ്കളെപ്പോലുള്ളവരുടെ മനോഭാവമാണ് ആദ്യം മാറ്റേണ്ടത്. അവരെത്രയും വലിയ പാതകമൊന്നും ചെയ്തിട്ടില്ല. കൂലി കൂടുന്നതാണ് ഈ നാട്ടിലെ പ്രശ്നത്തിന് കാരണമെന്ന് എങ്ങനെയാണ് താങ്കൾ പറയുന്നത്? തൊട്ടടുത്ത നാട്ടിൽ കർണാടക നോക്കും, തമിഴ്നാട്ടിൽ. എന്നാൽ താങ്കൾ കർണാടകയിൽ പോയി കൃഷി ചെയ്യൂ, അല്ലാതെ എന്താ പറയാനാ? ഞാൻ കർണാടകയിലൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. അതാണ് നല്ലത്, അവിടെ പോയി കൃഷി ചെയ്യലാണ് നല്ലത്. ശരി, ഓക്കെ. ശ്രീരാജൻ, ഈ ചിലർക്ക് ഏറ്റവും വലിയ പ്രശ്നം നാട്ടിൽ കൂലി കൂടിയത് കൊണ്ടാണ്. ഈ ഒരാൾക്ക് 500 രൂപ കൂലി ആയിരുന്നെങ്കിൽ എനിക്ക് ലാഭത്തിൽ കൃഷി ചെയ്യാമായിരുന്നു. അത് സ്വന്തമായി വീട്ടിൽ നിന്ന് ഇറങ്ങി കൃഷി ചെയ്തുകൂടാന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് ഉൽപ്പാദനത്തിനനുസരിച്ചുള്ള വില കിട്ടുന്നില്ല. അത് യാഥാർത്ഥ്യമായ കാര്യമാണ്.
അല്ലാതെ ഈ കൂലിക്ക് പണിയെടുക്കാൻ വരുന്ന മനുഷ്യനും അവൻ്റെ വീട്ടിലും കുഞ്ഞുങ്ങളും അവൻ്റെ വീട്ടിലും ഒരു കുടുംബവും ഒക്കെ അല്ലേ, അവർക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ അവരും വരുന്നത്. അവർക്ക് ന്യായമായ കൂലി കിട്ടണമെന്നുള്ളത് ആവശ്യമാണ്. ആ ന്യായമായ കൂലി കിട്ടി അതിന് കർഷകനും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലാഭം കർഷകന് കിട്ടുന്ന തരത്തിലേക്ക് ഉൽപ്പന്നങ്ങൾക്ക് വില വരണം. അല്ലാതെ കൂലി കൂട്ടിയതിനെതിരെ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ടാണോ ഇപ്പോൾ ഇനിയിപ്പോൾ വിലയൊക്കെ കൂട്ടിയേക്കാം എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് ഈ സർക്കാരുകളൊക്കെ മാറുന്നത്? ഈ വില കൂട്ടിയാൽ കൊണ്ട് കർഷകനിക്ക് ഒരു ഉപകാരം കിട്ടില്ല. അതെല്ലാം മിൽക്ക് കമ്പനിക്കൊക്കെ പോവാം, മിൽക്ക് അവർക്ക് സംഘത്തിനൊക്കെ പോവാം. കാരണം കർഷകനിക്ക് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കർണാടകത്തിൽ നിന്നാണ് മറ്റേ ചോളം കൊണ്ടുവരുന്നത്, കേരളത്തിൽ ചോളം ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് കൃഷിക്കാരനിക്ക് നഷ്ടം വരുന്നത്. അപ്പോൾ വില കൂട്ടുന്നതാണ് സാധാരണ കിട്ടില്ല, ഉപകാരം ഉണ്ടാവില്ല. ഈ കൂട്ടിയതിന്റെ ഒരു ലാഭം കർഷകന് യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത്? അതായത് കിട്ടാൻ പോലെ ഞാനൊക്കെ പോലെ ഒരു പ്രാവശ്യം പശുവിന് പോയിട്ട് വളർത്തിയതാണ്, ഇപ്പൊ നിർത്തിക്കളഞ്ഞ് നഷ്ടത്താ. ശരി, ഓക്കെ, താങ്കളുടെ ഇത് വളരെ വ്യക്തമാണ് ശ്രീ സൂപ്പി പറയുന്നത്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ പെട്രോളിനും ഡീസലിനും അടക്കം വില കൂടാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. എന്തായാലും ഉടനെ തന്നെ ആ വില വർധന വരുമെന്ന് പറയുന്നു. പാചകവാത സിലിണ്ടറിൻ്റെ വില, വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൂടിക്കഴിഞ്ഞു. ഇനി ഗാർഹിക സിലിണ്ടറിൻ്റെ വിലയും കൂടും എന്ന് പറയുന്നു. ആ കൂടി വിലക്കയറ്റത്തിലേക്കാണോ നമ്മുടെ നാട് പോകുന്നത്? നമസ്കാരമുണ്ട് കിരൺ സാറേ. നമസ്കാരമുണ്ട്. പിന്നെ ആ തിരുവല്ലക്കാരൻ പറഞ്ഞത് വളരെ മോശമായിട്ട് ഈ തൊഴിലാളികളെ പറ്റ മോശമാക്കിയാ പറഞ്ഞത്. ഞാൻ അത് പോട്ടെ. പിന്നെ അതിനാണ് ഇന്നലെ തൊഴിലാളികൾക്ക് വേണ്ടി മെയ് 1 തൊഴിലാളികളെ ദിനം എന്ന് പറഞ്ഞത് തൊഴിലാളികൾ കുറെ മരണപ്പെട്ടിന്ന് ഉണ്ടാക്കിയത്. അതൊന്നും അയാൾക്ക് അറിയില്ല, അത് പോട്ടെ. പിന്നെ ഇപ്പൊ ഇവിടെ ആദ്യമായിട്ട് ചെയ്യേണ്ട കേരള ഗവൺമെന്റ് പാലിന് വില ഇട്ടുണ്ട്, അത് നിർത്തൽ ചെയ്യണം. അത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. 5 രൂപ വരെ കൂട്ടാനാണ് ഓരോ ഉദ്ദേശം, അത് ഉടനെ നിർത്തണം. പിന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് പറയാല്ലേ, ഇവിടെ അടുക്കള പോകാൻ ഇപ്പൊ ഹോട്ടലുകാരെല്ലാം സമരം ചെയ്യാണ്, അത് ഈ ചാനലിൽ കണ്ടു. പിന്നെ അവർ ഒന്നാഴ്ച ഇറങ്ങിയേക്കഞ്ഞ് ഹോട്ടൽ തുറക്കണില്ലായിരുന്നു. അപ്പൊ വല്ല ഒരാളും വല്ല ജോലിയിലും ഒക്കെ പോയ ആൾക്കാർ അവിടുന്ന് തിന്നതൊക്കെ ഇല്ലാതായിപ്പോ. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉടനെ ഈ ഗ്യാസിന്റെ വില കുറക്കണം, ഇപ്പൊ കയറ്റി കുറക്കണം. ഗ്യാസ് ഇഷ്ടം പോലെ കിട്ടണം. അതേമാതിരി പിന്നെ ഇന്ധനം ഈ വാതിന് വില കൂട്ടുകയാണ് കാരണം, അതും കേന്ദ്ര ഗവൺമെന്റ് കുറക്കണം. ഇത് എല്ലാം കുറച്ചിട്ട് ഇവിടുന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടതാണ്. അപ്പൊ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതല്ല, കേരള സർക്കാരാണ് മിൽമന്റെ ആള്. അത് അവര് പെട്ടെന്നത് വേണ്ട നിൽക്കണം. കാരണം ഈ കൂട്ടത്തിൽ അതും കൂടി പണ്ടാറെടുക്കണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും പെട്ടെന്ന് പാലിന്റെയും വില കുറക്കണം, ഇന്ധനത്തിന്റെ വില കുറക്കണം, ഗ്യാസിന്റെ വില കുറക്കണം, ആകെ വില കുറക്കണം. ഇന്നലെ ഇവിടെ നന്നാവുള്ളൂ. അതല്ലെങ്കിൽ ഇവിടെ വലിയ മറ്റായ തൊഴിലാളികൾ വിപ്ലവം അതിലേറെ മെയ് 1 ഉണ്ടാക്കേണ്ടി വരും. അതാ ഇവിടുത്തെ വലിയ പ്രശ്നം. ഇപ്പൊ തൊഴിലാളി ദിനം കഴിഞ്ഞിട്ടുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.